ഗുഡ് ഈവനിങ് ഓൾ. ലിറ്റററി ലെൻസിന്റെ 86th എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബുക്ക് റിവ്യൂനായിട്ട് റെഡി ആയിട്ടുള്ളത് ഫിസിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയായ അസ്ന ടി കെ ആണ്. പുസ്തകങ്ങൾ എത്രയും സ്നേഹിക്കുന്ന ഒരാളാണ് അസ്ന ടി കെ. അപ്പോൾ ഏത് ബുക്കാണ് ആള് റിവ്യൂ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ബുക്ക് റിവ്യൂനായിട്ട് അസ്ന ടീക്കിനെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ലുലു. ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് ഞാനിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത് റാം കെയർ ഓഫ് ആനന്ദി എഴുതിയിട്ടുള്ള എല്ലാവർക്കും സുപരിചിതമായ ഒരു കഥാകാരൻ്റെ ബുക്കാണ്. രാത്രി 12-ന് ശേഷം എന്നാണ് ബുക്കിൻ്റെ പേര്. ഈ കഥയുടെ പേര് പോലെ തന്നെ രാത്രി 12-ന് ശേഷം നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതിന് സങ്കീർണതകൾ, നമ്മളെ ആകാംക്ഷ ജനിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതൊക്കെയാണ് ഈ കഥയിലുള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഇതിൽ ഒരു മിസ്റ്ററി ത്രില്ലർ കൂടിയാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കഥയാണ്. അതിൽ കുറേ സങ്കീർണമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അഖിൽ പി ധർമ്മജൻ ഇപ്പോൾ അടുത്താണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന കഥയിലൂടെ അദ്ദേഹം ഫേമസ് ആയത്. എല്ലാവർക്കും സോഷ്യൽ മീഡിയ വഴി അദ്ദേഹത്തെ അറിയുന്നുണ്ടാവും. ഈ കഥയുടെ ത്രെഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു മാധ്യമ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തക, ഒരു വനിതാ സേവ്യർ എന്നാണ് ആ യുവതിയുടെ പേര്. ആ യുവതി വർക്ക് കഴിഞ്ഞ് ലേറ്റായിട്ട് രാത്രി 12 മണിക്ക് ശേഷം ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴി കാർ ഒരു അപകടത്തിൽ ചെന്ന് പെടുകയാണ്. കാറിൻ്റെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ വന്ന് പെട്ട് ചെറുപ്പക്കാരനെ കാറിടിച്ച്. അപ്പോൾ വനിത പേടിക്കുന്നുണ്ട്. അങ്ങനെ കാറ് നിർത്തിയിട്ട് പോയി നോക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ ബോധരഹിതനായിട്ട് കിടക്കുന്നതാണ് കാണാം. അങ്ങനെ ഈ ചെറുപ്പക്കാരനെ ഈ യുവതി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഇയാൾക്ക് ബോധം വന്നിട്ടുണ്ടാവില്ല. അയാളെ പേരറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനെ അവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ഇയാളെ ബോധം വരുന്നത് നോക്കി കാത്തിരിക്കുമ്പോഴാണ് ഇയാളുടെ കയ്യിൽ പച്ച കുത്തി കാണാം സിദ്ധാർത്ഥ് എന്നുള്ള പേര്. അപ്പോഴാണ് യുവാവിൻ്റെ പേര് സിദ്ധാർത്ഥ് എന്നാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്. അങ്ങനെ ഈ വനിത പുറത്തു പോകുന്ന സമയത്ത് ബോധം കിട്ടിയ യുവാവ് ഇവരുടെ കണ്ണ് വെട്ടിച്ച് പോകുകയാണ്. അങ്ങനെ പിന്നെ ഇവർ ഹോസ്പിറ്റൽ റൂമിൽ വന്നു കഴിഞ്ഞാൽ ഇയാളെ കാണില്ല. അങ്ങനെ വനിത പക്ഷെ അവിടെ വെച്ചിട്ട് അയാൾ പോയി എന്ന് കരുതിയിട്ട് ആ ഒരു ചാപ്റ്റർ അവിടെ ക്ലോസ് ആക്കുന്നില്ല. വനിത പിന്നെയും ഇയാൾ എവിടെയാവും പോയത് എന്നുള്ള ആ ഒരു അവളുടെ ജോലി അങ്ങനെയാണല്ലോ, ഒരു മാധ്യമ പ്രവർത്തകയാണല്ലോ. അപ്പോൾ അതിനെ അന്വേഷിക്കാനുള്ളൊരു ത്വര കൊണ്ട് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. അങ്ങനെ ഈ സിദ്ധാർത്ഥ് രക്ഷപ്പെട്ടത് ഒരു ഓട്ടോയിൽ കയറിയിട്ടാണ് പോയിട്ടുണ്ടാവുക. അങ്ങനെ ഈ ഓട്ടോക്കാരനെ കണ്ടെത്തിയിട്ട് സിദ്ധാർത്ഥിൻ്റെ വീട്ടിലേക്ക് ഈ വനിതാ സേവിയർ പോവുകയാണ്. അങ്ങനെ അവിടെ നിന്നാണ് പിന്നെ കഥയുടെ മെയിൻ കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെ സിദ്ധാർത്ഥിൻ്റെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ വനിതയുടെ അച്ഛനുണ്ട്. വനിതയുടെ അച്ഛനൊരു സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ ആദ്യമൊന്നും ഈ അച്ഛൻ സമ്മതിക്കുന്നില്ല, ഇയാളുടെ അടുത്ത് പോകാനൊന്നും സമ്മതിക്കുന്നില്ല. പിന്നെ വനിതയുടെ ആ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. എല്ലാ കാര്യങ്ങളുടെയും പിന്നാലെ നടന്ന് ആ ദുരൂഹതകളൊക്കെ അന്വേഷിക്കുന്ന ഒരു ക്യാരക്ടറായ കാരണം അച്ഛന് സപ്പോർട്ട് ചെയ്യാണ്. അങ്ങനെ അച്ഛനും വനിതയും കൂടിയിട്ട് ഇയാളുടെ ലൈഫിനെ പഠിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ വനിതയ്ക്ക് സിദ്ധാർത്ഥിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന കുറച്ച് വിവരങ്ങൾ, സിദ്ധാർത്ഥിന് രാത്രി 12 മണിക്ക് ശേഷം ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് സത്യമാണോ മിഥ്യയാണോ എന്ന് അറിയാൻ പറ്റാതെ, ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല പെട്ടെന്ന്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സിദ്ധാർത്ഥിൽ നിന്നും വനിത അറിയാണ്. അങ്ങനെ വനിതയ്ക്ക് അതിനെക്കുറിച്ച് അറിയാനുള്ളൊരു ടെൻഡൻസി വന്നിട്ട് പിന്നെയും സിദ്ധാർത്ഥിൻ്റെ അടുത്ത് കാര്യങ്ങൾ എൻക്വയറി ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻസാണ് ഈ കഥയിലുള്ളത്. അതിൽ എല്ലാ സന്ദർഭങ്ങളും നടക്കുന്നത് ഈ രാത്രി 12 മണിക്ക് ശേഷമാണ്. സിദ്ധാർത്ഥിനെ ഫോളോ ചെയ്യുന്ന ഒരു ഘട്ടം
അതിൽ കൂടെ വനിതാ സേവ്യറുടെ അച്ഛനും കൂടിയിട്ട് ഉണ്ടാവും. അങ്ങനെ അങ്ങനെയാണ് ഇതിൻ്റെ ത്രെഡ് പോകുന്നത്. അതേപോലെ പിന്നീട് ഈ 12 മണിക്ക് ശേഷം സിദ്ധാർത്ഥിനെ ഫോളോ ചെയ്യുന്ന അച്ഛനും ഇവളും വിചിത്രമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് കാണുന്നത്. അങ്ങനെ നമുക്കൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത എന്നാൽ അഖിൽ പി ധർമ്മജന്റെ ഭാഷയിൽ ഒന്നുകൂടി നമുക്ക് സിംപ്ലി ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ, ബോഡി സ്വിച്ചിങ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ. അതിൽ ബോഡി സ്വിച്ചിങ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്നാലും അവർ ആ ഒരു ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഒരു സത്യമാണോന്ന് അറിയില്ല, അങ്ങനത്തെ ഒരു സ്റ്റോറി പറഞ്ഞിട്ടാണ് ബോഡി സ്വിച്ചിങ്ങിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെ ബോഡി സ്വിച്ചിങ്, പരകായ പ്രവേശം എന്ന് അറിയില്ലേ ആ സംഭവം തന്നെ, അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ. അതുപോലെ ആസ്ട്രൽ പ്രൊജക്ഷനെ കുറിച്ചിട്ട് ഈ കഥയിൽ പറയുന്നുണ്ട്. ഇപ്പം അടുത്ത് നമ്മുടെ നാട്ടിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട് ആസ്ട്രൽ പ്രൊജക്ഷൻ്റെ ഒരു എക്സാമ്പിൾ. ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട്, സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്, ബുരാരി മാസ് സൂയിസൈഡ് എന്ന് പറയുന്ന. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ നടന്ന സംഭവമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ്റെ ഒരു എക്സാമ്പിൾസും അഖിൽ പി ധർമ്മജൻ ഇതിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ നമുക്കതിനെ സത്യമാണോ മിഥ്യയാണോ എന്ന് അറിയില്ല. എന്നാലും നമുക്കൊരു വളരെ ആകാംക്ഷ തോന്നിപ്പിക്കുന്ന ഒരു സന്ദർഭങ്ങളാണ് ഇതിൽ പോകുന്നത്. 300-ലധികം പേജുള്ള ഒരു ബുക്കാണെങ്കിൽ കൂടി, ഒരു നോവലാണെങ്കിലും നമുക്കതിനെ അത് വായിച്ച് തീർക്കാനുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ആകാംക്ഷ കിട്ടും. അപ്പോൾ നമ്മൾ ഒറ്റ ഇരിപ്പിൽ തന്നെ അത് വായിച്ച് തീർക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ്. പക്ഷെ ലാസ്റ്റിലും നമ്മളെ വായനക്കാരനെ പൂർണ്ണമായിട്ടും വിശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മളെ പൂർണ്ണമായിട്ടും ആ കഥ കൺഫ്യൂഷൻസ് തീർത്ത് തരാനോ ഒന്നും എഴുത്തുകാരന് സാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ തോന്നിയിട്ടുള്ളത്. ഭയങ്കര കൺഫ്യൂസിങ് ആയി തോന്നി ലാസ്റ്റ് വെച്ചിട്ട്. അതിലൊരു ഭാഗം നമ്മൾ മിസ്സായിട്ടിട്ടുണ്ടെങ്കിൽ, എന്താ പറയുക, നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ പുള്ളി ആ കഥ നമുക്ക് കിട്ടില്ല. കാരണം അത്രയും ക്യാരക്ടേഴ്സ് ലാസ്റ്റ് വെച്ച് വരുന്നുണ്ട്, ബ്രിട്ടീഷ് കാലഘട്ടത്തിലത്തെ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, അതേപോലെ ഒരു ഫാമിലിയുടെ സ്റ്റോറിനെ വരുന്നുണ്ട്. അപ്പോൾ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് ലാസ്റ്റ് വരും. അപ്പോൾ അത് കണക്ട് ചെയ്ത് അതിനെ ഡിസ്കണ്ടിന്യൂ ചെയ്യാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വായിച്ച് പോകുന്നുണ്ടെങ്കിൽ മാത്രം, അത്രയും ശ്രദ്ധയോടെ വായിച്ചാൽ മാത്രമേ അതിനെ ഫുള്ളായിട്ട് നമുക്കിട്ട് കിട്ടുള്ളൂ. എന്നാലും ആ ഫസ്റ്റിൽ വന്ന ആ ഒരു ഇൻട്രസ്റ്റ് ലാസ്റ്റിലേക്ക് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും രസമാണ് വായിച്ചിരിക്കാൻ. നമുക്ക് ഇങ്ങനെ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ട് തോന്നും. ഓരോ ഭാഗങ്ങൾ വായിച്ചാലും അടുത്തത് എന്താവും, എന്താണ് സിദ്ധാർത്ഥിന് സംഭവിച്ചത്, സിദ്ധാർത്ഥിൻ്റെ ബോഡിയിൽ ആരാണുള്ളത്, അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് ഇത്. പിന്നെ ഇതിൽ പിന്നെ പറഞ്ഞിട്ടുള്ളത് ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ചാണ്. അതിൽ മെയിൻ സിദ്ധാർത്ഥിൻ്റെ ക്യാരക്ടറിൽ വരുന്ന മാറ്റം, ആ ബോഡി ഷെയ്മിങ്ങിൻ്റെ ഒരു ഇര അതിൽ ബോഡി സ്വിച്ചിങ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു എന്താണ് ഇതാണ് വന്നിട്ടുള്ളത് അതിൽ. അതിൽ ആ ബോഡി ഷെയ്മിങ്ങിന് ഇരയായിട്ടുള്ള ആള് അതിൽ ഒരു വാക്ക് പറയുന്നുണ്ട്, കുറച്ച് വേർഡ്സ് പറയുന്നുണ്ട്. ഇങ്ങനെയാണ്: ജാതിയോ മതമോ എനിക്ക് ഉപേക്ഷിക്കാം, എനിക്ക് വേണ്ടാത്തവരെ എനിക്ക് ഉപേക്ഷിക്കാം, എനിക്ക് വേണ്ടാത്ത ഇടങ്ങൾ എനിക്ക് ഉപേക്ഷിക്കാം, എന്നാൽ സാധാരണക്കാരനായ ഒരു മനുഷ്യന് ഉപേക്ഷിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. അവൻ്റെ നിറം, രൂപം, പരിമിതികൾ. ഇതൊന്നും ആരുടെയും സ്വന്തം തീരുമാനങ്ങളല്ല. അങ്ങനെ തുടങ്ങുന്ന കുറച്ച് വാക്കുകളുണ്ട്. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നും. ബോഡി ഷേമിങ്ങിന് ഇരയായവർക്കും ഇപ്പോൾ നമ്മളും തമാശയോട് കൂടിയിട്ടാവും മറ്റുള്ളവരെ ബോഡി ഷെയിം ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവർക്കത് എങ്ങനെയാണ് അത് അവരെ ബാധിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കില്ല. മേ ബി അവരിത് ആ മൊമെന്റിൽ അവർ നമുക്ക് ചിരിച്ചു തരുന്നുണ്ടാവും. പക്ഷെ അത് അവരുടെ ഉള്ളിൽ അത്രയും ചിലപ്പോൾ തട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ അത് അവർ കാര്യമാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം. അതും കൂടി നമുക്ക് ഈ കഥയിൽ കൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വരികൾ ബോഡി ഷെയിമിങ് നേരിട്ടവർക്ക് അത് ഭയങ്കരമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. കാരണം പറയുന്ന ആളുകൾക്ക് അത് അവർ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു പോകുന്ന ഇതാവും ആ സിറ്റുവേഷനിൽ. പക്ഷെ കേൾക്കുന്ന ആളുകളാവും അത് ഏറ്റവും കൂടുതൽ അത് ഉള്ളിൽ വെക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ കൂടെ അഖിൽ പി ധർമ്മജൻ പറഞ്ഞു തരുന്നുണ്ട്. എത്ര കഴിവുള്ള ആളായാലും, എത്ര കഴിവുള്ള ആളായാലും ചിലപ്പോൾ ഒരാളുടെ ആ വാക്കുകളായിരിക്കും, ആ ബോഡി ഷെയ്മിങ്ങിൻ്റെ ആ ഒരു വാക്കുകളായിരിക്കും മേ ബി
അവരാണ്ട് സപ്രസ് ചെയ്ത് നിർത്തുക. പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് അത് മാറ്റും. അപ്പോൾ അങ്ങനെ ഒരു പാഠം കൂടി നമുക്ക് ഈ ഒരു നോവലിൽ കൂടെ തരുന്നുണ്ട്. പിന്നെ ഈ ഒരു കാര്യങ്ങൾ തന്നെയാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ്റെയും ബോഡി സെറ്റിങ്ങിൻ്റെയും ലാസ്റ്റ് വെച്ചിട്ടുള്ള ആ ഒരു കുറേ പേരിലേക്ക് മാറ്റം വന്ന് നമുക്ക് ഈ സിദ്ധാർത്ഥിന്റെ മേലുള്ളത് ആരാണ് അത് കൂടെ ശിവഗംഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ വരുന്നുണ്ട്, അതിന്റെ കൂടെ വേറെ ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണ് ആരുടെ മേലെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ അത്രയും ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് വരും ലാസ്റ്റ് വെച്ചിട്ട്. എന്നാലും ഒരു ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ്, സെക്കൻഡ് എന്താ പറയാ, ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മളിങ്ങനെ ഭയങ്കര ആകാംക്ഷയിൽ വായിച്ചിരിക്കുക. നല്ല അടിപൊളിയായിട്ട് വായിച്ചു പോകാൻ പറ്റുന്ന ഒരു നോവലാണ്. ലാസ്റ്റ് വെച്ച് കുറച്ച് കൺഫ്യൂസിങ് ആവെങ്കിൽ കൂടി എന്തായാലും എല്ലാവരും വായിക്കുക. നല്ലൊരു നോവലാണ്. ഞാൻ റാം കെയർ ഓഫ് ആനന്ദി വായിച്ചിട്ട് ആ ഒരു രീതിയിൽ വായിച്ചതാണ്. അതിൽ നിന്നും ഭയങ്കര വ്യത്യസ്തമാണ്. റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ വായിച്ച് ഇങ്ങനെ ഒരു സിനിമ കാണുന്ന പോലെ കണ്ടിരിക്കുക. ഇതും അതേപോലെ തന്നെയാണ്, ഒരു സിനിമ കാണുന്ന ഫീലിംഗ് തന്നെയാണ്. ലാസ്റ്റിൽ വെച്ചിട്ട് ഫുള്ളായിട്ട് നമുക്ക് അങ്ങോട്ട് ക്യാച്ച് ചെയ്യില്ല എന്ന് മാത്രം. എന്നാലും നല്ലൊരു ത്രില്ലറായിട്ട് എനിക്ക് തോന്നി. നല്ലൊരു നോവലാണ്. എല്ലാവരും വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ശരി. താങ്ക് യു അസ്ന. അസ്ന ഈ ബുക്ക് വായിക്കുന്ന ഒരു സാഹചര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. മക്കളൊക്കെ ഉറങ്ങിയതിന് ശേഷം ടോർച്ച് അടിച്ചിരുന്ന് രാത്രി വായിച്ചിട്ടുള്ള ഒരു ബുക്കാണിത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ബുക്ക് വായിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതുവരെ നടന്നിട്ടില്ല. എന്തായാലും വായിക്കാം. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറയാട്ടോ. ഞാൻ അസ്നയുടെ കയ്യിൽ നിന്ന് ഈ പുസ്തകം ഒരു ദിവസം യാദൃശ്ചികമായിട്ട് വാങ്ങിയതാണ്. പക്ഷെ അസ്ന പറഞ്ഞു വെച്ച പോലെ ഒരൊറ്റ സ്ട്രെച്ചിൽ ഞാനത് ഫുള്ള് ആ കോളേജിൽ ഇരുന്നിട്ട് തന്നെയാണ് ആ ബുക്ക് ഒറ്റ സ്ട്രെച്ചിൽ വായിച്ചു തീർത്തത്. അത്രയും ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. ലാസ്റ്റ് എത്തുമ്പോൾ ഈ പറഞ്ഞ പോലെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് വായനക്കാരെ ഒരു സംതൃപ്തി അതിൽ കിട്ടില്ല എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. വളരെ ക്യൂരിയസ് ആയിട്ട് നമ്മൾ ഇനി അടുത്തത് എന്താണ്, ഓരോ പേജ് മറിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം നമുക്കിതിൽ എന്താണെന്ന് അറിയാൻ ഭയങ്കര അടങ്ങാത്തൊരു ആവേശമാണ്. ആ പുസ്തകത്തിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് തോന്നിയത് ആ ഒരു തരം എഴുത്താണ് അഖിൽ പി ധർമ്മജന്റെ. ഒരു സിനിമ കാണുന്ന പോലെ, അല്ലെങ്കിൽ ഒരാളെ എങ്ങനെ അതിൽ പിടിച്ചിരുത്താന്നുള്ള വളരെ വ്യക്തമായിട്ട് നല്ല നല്ല രീതിയിൽ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. പക്ഷെ ലാസ്റ്റ് എത്തുമ്പോൾ വായനക്കാർ എത്രത്തോളം അതിൽ സാറ്റിസ്ഫൈഡ് ആവുന്നു എന്നുള്ളതാണ്. ഞാൻ അസ്ന പറഞ്ഞ പോലെ ലാസ്റ്റ് കൺക്ലൂഷൻ വരുമ്പോൾ നമുക്ക് ഇതെങ്ങനെ ഇങ്ങനെ ആയത് എന്നുള്ളൊരു ചെറിയൊരു ഇത് വരും. പക്ഷെ നല്ല പുസ്തകമാണ്, എല്ലാവരും വായിച്ചു നോക്കാൻ ശ്രമിക്കുക. നല്ല പുസ്തകമാണ്. താങ്ക് യു അസ്ന, ബുക്ക് തന്നതിന്, വായിക്കാൻ തന്നതിന്. താങ്ക് യു. അസ്ന വളരെ നന്നായിട്ട് തന്നെ അസ്ന ബുക്ക് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. ഫബി പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ രാത്രി 12-ന് ശേഷം എന്നുള്ള ബുക്ക് ഞാൻ ഫബിയുടെ കയ്യിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ത്രില്ലിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാന്നൊക്കെ പറഞ്ഞു. പക്ഷെ വായിക്കണം എന്നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അസ്ന സ്റ്റോറി ലൈൻ പറഞ്ഞു തന്നപ്പോൾ എന്തായാലും വായിക്കണം തോന്നി. അപ്പം ഇൻഷാ അള്ളാ എന്തായാലും വായിക്കും. അസ്ന നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു അസ്നയുടെ പ്രസന്റേഷൻ കേട്ടുകൊണ്ടിരിക്കാൻ. അസ്ന, ഞാൻ ഈ ബുക്കിനെ കുറിച്ചിട്ട് ഇപ്പോഴാണ് കേൾക്കുന്നത്. അപ്പൊ എന്തായാലും ഒരു ക്യൂരിയോസ് ആയിട്ട് നമുക്ക് വായിക്കണം എന്ന് തോന്നിയ ഒരു പുസ്തകമാണ് ഇപ്പോൾ ഇത് കേട്ടപ്പോൾ തോന്നിയത്. പിന്നെ അതുപോലെ ഈ കഥന്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ അസ്ന പറഞ്ഞപ്പോൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പൊ എന്തായാലും വായിച്ചു നോക്കണം. നല്ല റിവ്യൂ ആയിരുന്നു. താങ്ക് യു. താങ്ക് യു ഷാമില. താങ്ക് യു അസ്ന. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. അവിടെ ജോയിൻ ചെയ്ത എല്ലാവർക്കും, പിന്നെ അസ്നാക്കും വെരി താങ്ക് യു.